അമ്മ സുമേഷ് പറഞ്ഞു എന്നായിരുന്നു സത്യം. അവള് നമ്മളെല്ലാരും കുരങ്ങ് കളിപ്പിക്കായിരുന്നു എന്ന് എന്നോട് ആര് പറഞ്ഞു? അതൊക്കെ നമുക്ക് മനസ്സിലായ അപ്പച്ചി. പക്ഷെ അവൾ ജമ്മച്ച സമ്മതിച്ചു തരൂല. ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും നീക്കം നടത്തി അവളെ കൊണ്ട് തന്നെ കുറ്റം സമ്മതിപ്പിക്കണം. ബുദ്ധിപരമായിട്ടാണ് അളിയാ. എങ്കിൽ എനിക്ക് 2 മിനിറ്റ് തന്നാൽ മതി. അമ്മ അത് വിട്. അമ്മ ഒരു ഐഡിയ പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചേട്ടാ, എനിക്കൊരു തെറ്റ് പറ്റി. ഈ നിൽക്കുന്ന വയ്യാത്ത കൊച്ചെ എൻ്റെ കൂടപ്പുറപ്പാന്ന് പോലും ഓർക്കാതെ ഒരു തെളിവില്ലാതെ ഞങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഇവിടെ ഞാൻ ഒരു ഇതുമില്ല എന്തൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞു. എല്ലാവരും ക്ഷമിക്കണം. പോട്ടടാ സുമേ, ഒരബദ്ധം ആർക്കും പറ്റും. ഞാൻ നിന്നോട് ക്ഷമിച്ച്. ഓവറാക്കല്ലേ. അല്ല, ഇപ്പൊ നിനക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി ഇവള് കാണിച്ചതെല്ലാം സത്യമാണെന്ന്? അത് ചേട്ടാ, ഒരു കൂടപ്പുറപ്പനല്ലേ മനസ്സിലാവും വേദന. കുറച്ചു നേരം മുമ്പ് നിനക്ക് മനസ്സിലായില്ല അവള് കൂടപ്പുറപ്പാണെന്ന്. എങ്ങനെ മനസ്സിലായെന്നുള്ള മനസ്സിലായെന്ന് പറയേണ്ട കാര്യം എന്തോ അളിയാ? ഞാൻ കരയുന്നുണ്ടത് മനസ്സിലായില്ലേ? ഉണ്ട് അളിയാ. അത് രഹസ്യ നമ്പർ അളിയാ. ഒത്തുകളി. പിന്നല്ലാതെ ഇവന്റെ മുഖം കണ്ടറിഞ്ഞൂടി. അവന്റെ ചേട്ടത്തടി കള്ളക്കരുത്. മണ്ണുവാന്തി ചുമ്മാ അനാവശ്യം പറയാം ചേട്ടാ. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആണ് അളിയാ. ഞാൻ അവനെ കൊണ്ട് മാണി പോലെ ഇപ്പൊ പറയിപ്പിച്ചേരാ. ഓ പിന്നെ പിന്നെ എന്താ നിനക്ക് എന്തോന്ന് പറയാ? മാണി പോലെ പറടാ. എനിക്കൊന്നും അറിയത്തില്ലെന്ന്. എന്റെ സുമേഷ് സത്യം എന്താന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു. അത് നല്ലത്. അങ്ങനെ അവൻ പറയില്ല അപ്പച്ചി. ഞാൻ അവനെ കൊണ്ട് പറയും. എനിക്ക് പൈസ അവർക്ക് ജോലിക്ക് പോകാൻ വയ്യാത്തോണ്ട് വിടുകളിയാ. കൈ വിട്. ഞാനോ? ചേട്ടാ ഇവൻ ചുമ്മാ പറയുന്നു. നീ ഇവിടെ നില്ല്. ഞാൻ ഇപ്പൊ വരാം. ഇവിടെ തന്നെ നീ. എന്നാലും ഇത് ഇച്ചിരി കടന്ന് കളിയായി പോയി കേട്ടോ പിങ്കി. അമ്മ ഞാനത് എനിക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട്. നീ എന്തോന്ന് വിചാരിച്ചടി? നീ എന്ത് തോന്നി വിധം കാണിച്ചാലും ഞങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കും. നിനക്ക് ആൾക്കാരെ കയ്യും കാലും പിടിച്ച് ജോലി വാങ്ങിച്ചെന്ന് വന്നപ്പോ നിനക്ക് അഹങ്കാരം അല്ലടി. നിനക്ക് കള്ള കരച്ചിലല്ലടാ. പൈസ അല്ല, നിനക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പച്ചി എന്നെ മനസ്സിലായോ? മനസ്സിലായി. വല്ലവിയല്ലേ? എന്നെ മനസ്സിലായ? ശംഭു. എന്നെ മനസ്സിലായില്ലേ? ആമി. ഞാൻ ഇപ്പൊ വരാവേ.